بسم الله الرحمن الرحيم لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه يسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر ينبأ الإنسان السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله السميع العليم من الشيطان الرجيم وإن يكذبوك فقد كذب الذين من قبلهم جاءتهم رسلهم بالبينات والزبر وبالكتاب المنير പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മുജാഹിദ് പ്രവർത്തകരെ, സഹോദരങ്ങളെ, ശ്രോതാക്കളെ, നാട്ടുകാരെ, പരമകാരുണികനും കരുണാനിധിയുമായ ഈ പ്രപഞ്ചത്തെ ആകമാനം താളക്രമം തെറ്റാതെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിവിൻപടി പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ താനൊരു മുസൽമാനാണെന്ന തികഞ്ഞ ബോധത്തോടെ അന്ത്യശ്വാസം വലിക്കുന്നതുവരെ നിലകൊള്ളാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി അധ്വാനിക്കണമെന്നാണ് ഫിത്നകളും ഫസാദുകളും നിറഞ്ഞ ഈ കാലത്ത് വളരെ ആത്മാർത്ഥമായി ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുവാനുള്ളത്. സലഫി പ്രസ്ഥാനവും വിമർശനങ്ങളും എന്ന തലക്കെട്ടിലാണ് ഇവിടെയുള്ള മുജാഹിദ് പ്രവർത്തകർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഈ പരിപാടി കൊണ്ട് സംഘാടകർ ലക്ഷ്യമാക്കിയതെന്ന് സ്വാഗത ഭാഷണത്തിൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. സലഫി പ്രസ്ഥാനവും വിമർശനങ്ങളും എന്ന് പറയുമ്പോൾ സലഫി പ്രസ്ഥാനം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സലഫു സാലിഹുകളുടെ മാർഗം സ്വീകരിച്ച പ്രസ്ഥാനം,
ആരാണ് സലഫു സാലിഹുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറു ഉമ്മത്തി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. എൻ്റെ സമുദായത്തിൽ ഏറ്റവും ഉത്തമന്മാർ എൻ്റെ കൂടെ ജീവിച്ച തലമുറയാണ്, അഥവാ സ്വഹാബത്തിന്റെ തലമുറ. പിന്നെ അതിനടുത്ത് വരുന്നവർ താബിഉകൾ, പിന്നെ അതിനടുത്ത് വരുന്നവർ താബികൾ. ഈ 3 തലമുറകളിൽ പെട്ടവർക്കാണ് മുസ്ലിം സമുദായം സലഫു സാലിഹുകൾ എന്ന മഹൽ പേര് നൽകി ആദരിച്ചിട്ടുള്ളത്. അവരുടെ മാർഗം പിൻപറ്റുന്നവർ, അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്നവർ, അവർ ദീനിയായ കാര്യങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്നവർ, അവരാണ് സലഫികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ആദർശം സ്വീകരിച്ച ആളുകൾ ഒരു നാട്ടിൽ ചിലപ്പോൾ 1-2 ആളെ ഉണ്ടാവുള്ളൂ, പക്ഷെ അവരാണ് അവിടുത്തെ സലഫി. നമ്മൾ സലഫി കോംപ്ലക്സ്, സലഫി മസ്ജിദ്, അതുപോലെ തന്നെ സലഫി മദ്രസ എന്നൊക്കെ പറയുമ്പോൾ ഈ ആദർശം ഉൾക്കൊണ്ടവർക്ക് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു പേരാണത്. എല്ലാ അഖലാനികളും അഥവാ പ്രമാണത്തിലുപരി ബുദ്ധിക്ക് സ്ഥാനം കൊടുത്ത് പല ഹദീസുകളെയും തള്ളിക്കളയുന്ന തന്നിഷ്ടക്കാരും മതത്തെ താന്തോന്നിത്തത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നവരും ഞങ്ങൾ സലഫികളാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അല്പം വിശദമായി അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെ, സലഫി പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത് ഈ ആദർശം എന്നുമെന്നും വിമർശനങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുള്ള ആദർശമാണ്. എന്ന് ആരംഭിച്ചിട്ടുണ്ടോ അന്നു മുതൽ വിമർശനങ്ങളിൽ വളർന്നു വന്ന ഒരാദർശമാണിത്. എവിടെയൊക്കെ സലഫികളുണ്ടോ അവിടെയൊക്കെ വിമർശനങ്ങളുമുണ്ട്. പല നാട്ടിലും പലതരം വിമർശനങ്ങളായിരിക്കും. ചില വിമർശനങ്ങൾക്കൊക്കെ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഏകീകരണ സ്വഭാവം ഉണ്ടാകും. ചിലതൊക്കെ ഓരോ നാട്ടിലും ഓരോ രൂപത്തിലായിരിക്കും. എന്താകട്ടെ, വിമർശനങ്ങളെ തള്ളുകയോ വിമർശനങ്ങൾ കേട്ട് പേടിക്കുകയോ അല്ലെങ്കിൽ തളരുകയോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വിഷമിക്കുകയോ ചെയ്യുന്ന ഒരു ഗതികേട് ഈ ആദർശ പ്രസ്ഥാനത്തിന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. പ്രമാണങ്ങളുടെ പിൻബലത്തിൽ എല്ലാ വിമർശനങ്ങളെയും ധീരമായി നേരിട്ട പാരമ്പര്യമാണ് ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ പ്രസ്ഥാനത്തിന്റെ ആദർശമെന്ന് പറയുന്നത് ഏതെങ്കിലും മൗലവിമാര് എവിടെയെങ്കിലും കൂടിയിരുന്ന് എഴുതി തയ്യാറാക്കിയതല്ല. മറിച്ച് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുമുള്ള ആദർശമെന്തോ അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സലഫു സാലിഹുകൾ എങ്ങനെ മനസ്സിലാക്കിയോ ഉൾക്കൊണ്ടോ അത് കൂട്ടാതെ കുറക്കാതെ ഭേദഗതി വരുത്താതെ അത് അങ്ങനെ തന്നെ ഇന്നും എന്നും ഏത് നാട്ടിലും നടപ്പിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമാണിത്. അതുകൊണ്ട് തന്നെ അവർക്ക് തെളിവ് കിട്ടാതെ തളരേണ്ട പ്രശ്നം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ലോകത്തുടനീളം അള്ളാഹുവിന്റെ ദീൻ എത്തിക്കുവാൻ വേണ്ടി ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരുടെ ശൃംഖല, മനുഷ്യവാസമുള്ള എല്ലാ സ്ഥലങ്ങളിലും ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അള്ളാഹു നബിമാരെ അയച്ചു. ആ നബിമാരൊക്കെ പ്രബോധനം ചെയ്ത ആദർശം ഏതോ അത് തന്നെയാണ് സലഫു സാലിഹുകൾ അംഗീകരിച്ചിട്ടുള്ളതും അഹ്ലുസുന്നത്തിന്റെ ആദർശമായി നമ്മൾ എക്കാലത്തും പറഞ്ഞു പോന്നിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ നബിമാർ എന്തൊക്കെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചിട്ടുണ്ടോ, എന്തൊക്കെ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ, എന്തൊക്കെ വിമർശനങ്ങളും പരിഹാസങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ, അതൊക്കെ അവരുടെ മാർഗം സ്വീകരിച്ച ആളുകൾ എന്നൽക്ക് നമ്മളും കേൾക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. ആശയക്കുഴപ്പങ്ങളും തെറ്റിദ്ധരിപ്പിക്കലുകളും ഒരുപാട് ഉണ്ടാകുമ്പോൾ നേരത്തെ നബിയിൽ സൂചിപ്പിച്ചതുപോലെ മനം മടുത്തു മാറി നിൽക്കുകയല്ല വേണ്ടത്. ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി ആളുകളെ ദീനിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നത് പിശാചിന്റെ അജണ്ടയാണ്. ജിന്നു പിശാചുക്കളുടെ സഹായത്തോടെ മനുഷ്യ പിശാചുക്കൾ എക്കാലത്തും അത് നിർവഹിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഒരു കാലത്തും അങ്ങനെയുള്ള വിമർശനങ്ങളുടെ പേരിൽ നമ്മൾ ഒരിക്കലും മനം മടുത്തു മാറി നിൽക്കുകയല്ല വേണ്ടത്. ആശയക്കുഴപ്പങ്ങൾക്ക് നടുവിലും ആദർശത്തിന്റെ തനിമ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പണ്ഡിതന്മാരെ കാലത്തും ജനങ്ങളുടെ മുമ്പിൽ നിലകൊണ്ടിട്ടുണ്ട്. ഓരോ പ്രസ്ഥാനങ്ങൾ സഹാബികളുടെ കാലം കഴിഞ്ഞ് ആ സഹാബികളുടെ കാലത്തിന് അവസാന കാലത്തും താബികളുടെയും കാലത്ത് എന്ന് പറഞ്ഞ 1300 1400 കൊല്ലം മുമ്പ് ഉടലെടുത്ത വ്യതിയാന പ്രസ്ഥാനങ്ങളുണ്ട്. നമുക്കറിയാം, സഹാബികളുടെ കാലത്തിന് ഉണ്ടായതല്ലേ ഖവാരിജുകൾ, പിന്നീട് വന്ന മുഅ്തസിലത്ത്, അതുപോലെ മുർജിആക്കള്, അതുപോലെ ഖദരിയാക്കള്, ജബരിയാക്കള്, ഈ കണ്ട വ്യതിയാന കക്ഷികളൊക്കെ ഉണ്ടായപ്പോ, ആശയക്കുഴപ്പങ്ങൾ ഒരുപാടുണ്ടായപ്പോ മുസ്ലിം പണ്ഡിതന്മാർ തളർന്നിട്ടില്ല. പൊതുജനങ്ങൾ മുസ്ലിം പണ്ഡിതന്മാരെ വിട്ടു പോയിട്ടില്ല, വനവാസം സ്വീകരിച്ചിട്ടില്ല. മറിച്ച് പ്രവാചകന്മാരുടെ പാത പിൻപറ്റിക്കൊണ്ട് പ്രവാചകന്മാരെ പിൻഗാമികളെന്ന ആ
നാമധേയം ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് പണ്ഡിതന്മാർ ഉണർന്നു പ്രവർത്തിച്ചു. ഓരോ പുതിയ പ്രസ്ഥാനങ്ങളും വരുമ്പോൾ ആ പുതിയ പ്രസ്ഥാനങ്ങളുടെ വ്യതിയാനം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അഹ്ലുസുന്നത്തിന്റെ ആദർശത്തെ വകതിരിച്ച് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഈ അഹ്ലുസുന്നയുടെ ആദർശം എക്കാലത്തും ഇവിടെ നിലനിന്നു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് സലഫി സുഹൃത്തുക്കളെ, പ്രയാസങ്ങളും അതുപോലെയുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും ആരോപണങ്ങളുമൊന്നും നമുക്ക് പുത്തരിയല്ല. അതിന്റെ പേരിൽ തളരേണ്ടവരല്ല നാം. അശദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയാ, മനുഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് അംബിയ ആണ്, അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. പിന്നെ അവരോട് സാദൃശ്യം പുലർത്തുന്നവർ, പിന്നെ അവരോട് സാദൃശ്യം പുലർത്തുന്നവർ എന്ന് പറഞ്ഞ പ്രവാചകന്മാർ ജീവിച്ചതുപോലെ ജീവിക്കാൻ ശ്രമിക്കുന്നവർ, പ്രവാചകന്മാരുടെ ആദർശം വരതെറ്റാതെ സ്വീകരിക്കുന്നവർ, അവർ പ്രവാചകന്മാരെ പോലെ പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടേ ഇരിക്കും. 18ഓളം പ്രവാചകന്മാരെ ചരിത്രം പറഞ്ഞ ശേഷം ഖുർആൻ പറഞ്ഞു, ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദിഹ്, അവരെയാകുന്നു അല്ലാഹു സന്മാർഗത്തിലാക്കിയത്, അവരുടെ സന്മാർഗത്തെ നീ പിന്തുടരുക. അപ്പോൾ പ്രവാചകന്മാരുടെ സന്മാർഗത്തെയാണ് നാം പിന്തുടരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് വന്ന പ്രവാചകന്മാരിൽ അന്തിമ പ്രവാചകനാണ്. ഇനിയൊരു നബി വരാനില്ല, എനിക്കു ശേഷം യാതൊരു നബിയുമില്ല എന്ന് അവിടുന്ന് പറഞ്ഞു. പക്ഷേ എന്റെ സമുദായം ജീർണതകളിലേക്ക് തിരിച്ചു പോകും. അന്ന് നിങ്ങൾ അതിൽ കൈകൊണ്ട് ജിഹാദ് നടത്തിയാൽ നിങ്ങൾ ഈമാനുള്ളവരാണ്, നാവ് കൊണ്ട് ജിഹാദ് നടത്തിയാൽ അവനും ഈമാനുള്ളവനാണ് എന്ന് പറയുകയുണ്ടായി. എല്ലാ നബിമാരുടെയും ചരിത്രത്തിൽ നമുക്ക് ആവർത്തിച്ച് കാണുന്ന ഒരു സംഗതി, നബിമാരുടെ കൂടെ ജീവിച്ച ഉത്തമ തലമുറക്കു ശേഷം ചീത്ത പിന്തലമുറകൾ രംഗത്ത് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലും അത് ഉണ്ടാകുമെന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാമിൻ നബിയ്യിൻ ബഅസഹുല്ലാഹു ഫീ ഉമ്മത്തിഹി ഇല്ലാ കാന ലഹു ഹവാരിയൂന വഅസ്ഹാബുൻ യഖുദൂന ബിസുന്നതിഹി വയഖ്തദൂന ബിഅംരിഹി. ഏതൊരു നബിയെ തന്റെ സമുദായത്തിലേക്ക് അല്ലാഹു നിയോഗിച്ചാലും വിശ്വസ്തരായ കൂട്ടുകാരും തങ്ങളുടെ ചര്യയെ പിന്തുടരുന്ന പിറുകെ പിടിക്കുന്ന അനുയായി വൃന്ദത്തെയും കിട്ടാതിരുന്നിട്ടില്ല നബിമാർക്ക്. ഒരു നബി മാത്രമാണ് ആരെയും കിട്ടാതെ പോയത്. ഒരു നബിക്ക് 1-2 ആളെ കിട്ടി. എന്നാൽ മിക്കവാറും എല്ലാ നബിമാർക്കും യഥാർത്ഥത്തിൽ കുറച്ചെങ്കിലും അനുയായികളെ കിട്ടിയിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുമ്മ ഇന്നഹാ തഖ്ലുഫു മിൻ ബഅദിഹിം ഖുലൂഫ്, നല്ലവരായ ആ അനുയായികൾക്ക് ശേഷം, വിശ്വസ്തരായ കൂട്ടുകാർക്ക് ശേഷം, സഹാബികൾക്ക് ശേഷം ചീത്ത പിന്തലമുറകൾ രംഗത്ത് വരും. യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കാത്തത് ജനങ്ങളോട് പറയും. വയഫ്അലൂന മാ ലാ യുമറൂൻ, അവർ പ്രവർത്തിക്കുന്നതാകട്ടെ അല്ലാഹുവും റസൂലും കൽപ്പിച്ചതായിരിക്കുകയുമില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭം വരുമ്പോൾ ഫമൻ ജാഹദഹു ബിയദിഹി ഫഹുവ മുഅ്മിൻ, ആരെങ്കിലും കൈകൊണ്ടവരോട് ജിഹാദ് നടത്തിയാൽ അവൻ മുഅ്മിനാണ്. ഫമൻ ജാഹദഹു ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ, നാവ് കൊണ്ടവരോട് ജിഹാദ് നടത്തിയാൽ അവൻ മുഅ്മിനാണ്. ഫമൻ ജാഹദഹു ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ, ഹൃദയം കൊണ്ട് വെറുത്ത് മാറി നിന്നാൽ അതും ഒരു സമരമാണ്, ആ സമരത്തിൽ ഏർപ്പെട്ടവരും മുഅ്മിനാണ്. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദൽ, അതിനപ്പുറം അണുത്തൂക്കം ഈമാൻ പോലുമില്ല. നാം മനസ്സിരുത്തി ചിന്തിക്കേണ്ട ഒരു ഹദീസാണിത്. മുസ്ലിം സമുദായം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബികൾക്ക് ശേഷം വ്യതിയാനത്തിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുമെന്നും സമുദായത്തിൽ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്ത ഒരു കൂട്ടർ ഈ സമുദായത്തിൽ വരുമെന്നും അവർ പ്രവർത്തിക്കുന്നതൊന്നും അല്ലാഹുവും റസൂലും കൽപ്പിച്ചതായിരിക്കുകയില്ല. അങ്ങനെയുള്ള ചീത്ത പിന്തലമുറകൾ രംഗത്ത് വരുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചതല്ലേ, നമ്മൾ ഇനി വയന്നു പറഞ്ഞിട്ടൊന്നും കാര്യമല്ല, നമ്മൾ ഉപദേശിച്ചിട്ടൊന്നും കാര്യമല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കൈകെട്ടി നോക്കി നിൽക്കുകയല്ല വേണ്ടത്, മനം മടുത്തു മാറി നിൽക്കുകയല്ല വേണ്ടത്, അവരോട് നിങ്ങൾ സമരം ചെയ്യണം. ഇസ്ലാമിക സമൂഹത്തിലേക്ക് ജീർണതകൾ കടത്തിക്കൊണ്ടുവന്നവരെ യഥാർത്ഥ ദീനിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന പ്രവർത്തനവുമായി നിങ്ങൾ മുന്നേറണം. അതാണ് ജിഹാദ്. അത് നിങ്ങൾ ശക്തി ഉപയോഗിച്ച ജീർണതയെ തടയാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾ ഈമാനിന്റെ ശക്തിയാണ് കാണിക്കുന്നത്. അതിന് നിങ്ങൾക്ക് സാധിക്കാത്ത ഘട്ടത്തിൽ നാവ് കൊണ്ട് നിങ്ങൾ അതിന്റെ ജിഹാദ് നടത്തണം. അതിനും കഴിയാത്തപ്പോൾ ഹൃദയം കൊണ്ട് ജിഹാദ് നടത്തണം. അപ്പൊ ഈ ഉമ്മത്തിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കും. സമുദായം ജീർണതയിലേക്ക് പോകും, അവർ യഥാർത്ഥതയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനം ഉണ്ടാകും. അത് ജിഹാദാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിട്ട് വിളിക്കുകയാണ്. ഈ പ്രവർത്തനം ഏറ്റെടുത്തവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുമോദിക്കുകയാണ്. ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കും സുഹൃത്തുക്കളെ, സലഫി പ്രസ്ഥാനത്തിന്റെ ആദർശ പ്രബോധനം ഏറ്റെടുത്തവരെ അനുകൂലിക്കുന്നവരും അനുമോദിക്കുന്നവരും വളരെ കുറവാണ്. അവർ എതിർക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമാണ് ഏറ്റവും അധികം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചുള്ള സന്തോഷ വാർത്ത, ബദ അൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദ ഫതൂബാ ലിൽ ഗുറബാ, ഇസ്ലാം ആരംഭിച്ചത് അപരിചിതനെ പോലെയാണ്.
ആ അപരിചിതാവസ്ഥയിലേക്ക് തുടങ്ങിയിടത്തേക്ക് തന്നെ ഇസ്ലാം തിരിച്ചു പോകും. അന്ന് ഇസ്ലാമിനെ ഏറ്റെടുക്കുന്നവർക്ക്, കയ്യേൽക്കുന്നവർക്ക് അഭിനന്ദനങ്ങൾ, അവർക്ക് മംഗളം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ സന്ദേശവുമായി വന്നപ്പോ അറേബ്യയിലുള്ളവർ സന്തോഷം കയ്യും നീട്ടി സ്വീകരിച്ചോ? അദ്ദേഹത്തെ സ്വാഗതം ചെയ്തോ? ഇല്ല. അല്ലമീൻ എന്ന് വിളിച്ച് വാഴ്ത്തി പറഞ്ഞിരുന്നവർ, കണ്ണിലുണ്ണിയെ പോലെ കണ്ടിരുന്നവർ ഭ്രാന്തൻ എന്ന് വിളിച്ചു, കവി എന്ന് വിളിച്ചു. അങ്ങനെ മുഖത്ത് തൊപ്പി, കഴുത്തിൽ മുണ്ടിട്ട് കൊല്ലാൻ ശ്രമിച്ചു, വീട് വിളഞ്ഞു. എന്തെല്ലാം ചെയ്തു അദ്ദേഹത്തെ? എന്തിനായിരുന്നു അത്? മാത്രമല്ല, അവർ പ്രചരിപ്പിച്ചത് എന്താ? ഇതേതാ ഒരു പുതിയ മതം, നമ്മൾ കേട്ടിട്ടില്ലല്ലോ, നമ്മുടെ ഉപ്പാപ്പമാര് കേട്ടിട്ടില്ലല്ലോ, നമുക്കോ നമ്മുടെ മുൻ തലമുറക്കോ പരിചയമില്ലാത്ത ഒരു പുതിയ മതവുമായി ഇതാ മുഹമ്മദ് വന്നിരിക്കുന്നു. തന്റെ പൂർവ്വപിതാക്കന്മാരുടെ മതത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു പുതിയ മതവുമായി വന്നിരിക്കുന്നു. എല്ലാവർക്കും അപരിചിതത്വം. ഒറ്റയും തറ്റയുമായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയമായപ്പോഴേക്കും അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നു കഴിയുകയും എന്നിട്ട് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് കൺകുളിർക്ക് കാണുവാനുള്ള ഭാഗ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായി. പിന്നീട് വന്ന ഖലീഫമാരുടെ കാലത്ത് ഇസ്ലാമിക സാമ്രാജ്യം ഏറെ വികസിച്ചു. ഹസ്രത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും കാലത്ത് ഇസ്ലാമിക സാമ്രാജ്യം വളരെ വികസിക്കുകയും റോമാ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ പോലും ഇസ്ലാമിൽ കീഴടങ്ങുകയും ചെയ്തു. അങ്ങനെ ഇസ്ലാമിന്റെ തരംഗം തന്നെ ഉണ്ടായി. ലോകമാകമാനം ഇസ്ലാം പ്രചരിച്ചു. പക്ഷേ കാലം കുറെ കഴിയുമ്പോൾ യഥാർത്ഥ ഇസ്ലാം ഉൾക്കൊണ്ടവർ ചുരുങ്ങി ചുരുങ്ങി വരും. അവർ ഒറ്റപ്പെട്ടവരായി മാറും. അവരാർക്കും പരിചയമില്ലാത്തവരായി മാറും. പേരും പ്രശസ്തിയുമില്ലാത്ത ഒറ്റപ്പെട്ട ആളുകളിലേക്ക് യഥാർത്ഥ ഇസ്ലാം ചുരുങ്ങും. അതാണ് ആദ്യം ഇസ്ലാമുമായി വന്നപ്പോൾ ഇതേതൊരു പുതിയ മതം, ഇത് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ കാലമേറെ കഴിയുമ്പോൾ ആളുകൾ ഇതുപോലെ പ്രതികരിക്കും. ഇതേതൊരു പുതിയ മതം, ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഞങ്ങളെ മുൻതലമുറക്ക് പരിചയമില്ലല്ലോ എന്ന് പറയുന്ന അപരിചിതാവസ്ഥയിലേക്ക് തിരിച്ചു പോകും. അന്ന് ഇസ്ലാമിനെ ഏൽക്കുന്നവരെ പറ്റിയാണ് ഖുറബാ, അപരിചിതർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആളുകൾക്കിടയിൽ അവർ അത്രയൊന്നും പ്രശസ്തിയുള്ളവരോ ആളുകൾക്കിടയിൽ കീർത്തി കേട്ടവരോ പേരുള്ളവരോ ആയിരിക്കില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉനാസുൻ സാലിഹൂന ഫീ ഉനാസി സുഇൻ കസീർ. ആരായിരിക്കും ഈ അപരിചിതർ? കുറച്ചു നല്ല മനുഷ്യന്മാർ, വൃത്തികെട്ട ഒരു വലിയ മഹാഭൂരിപക്ഷത്തിനിടയിൽ കുറച്ചു നല്ല മനുഷ്യന്മാർ. മൻ യഅസിഹി മക്സറു മിമ്മൻ യുതിഉഹും. അവരനുസരിക്കുന്നവർ കുറവായിരിക്കും, അവർ എതിർക്കുന്നവരും ധിക്കരിക്കുന്നവരുമായിരിക്കും അധികം. അവരനുകൂലിക്കുന്നവരും അനുമോദിക്കുന്നവരും കുറച്ച് മാത്രം. അവരെ പ്രതികൂലിക്കുന്നവരും അവരെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവരും അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരും അവരെ അവഹേളിക്കുന്നവരും അവരെ പരിഹസിക്കുന്നവരും അവരെ ദ്രോഹിക്കുന്നവരുമായിരിക്കും ഭൂരിഭാഗവുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റബ്ബിന്റെ സഹായത്തിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആ കൊച്ചു സംഘം ഖിയാമം വരെ നിലനിൽക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു നബിമാരുടെ അനുയായികൾ പിഴച്ചു പോയപ്പോൾ മുച്ചൂടും പിഴച്ചുപോയി, ആരും ബാക്കിയായില്ല. നിങ്ങളുടെ നബി കൊണ്ടുവന്ന ദീനേത്? ആ ദീനിൽ കൊണ്ട് ഒരു സമൂഹത്തെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ ഒരുത്തനെ പോലും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത വിധം അനുയായി വൃദ്ധം മുച്ചൂടും വ്യതിചലിച്ചു പോയി. അങ്ങനെ ഒരു ദുര്യോഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻഗാമികളിൽ ഉണ്ടാകില്ല. ഒരു വ്യത്യാസം മുൻ പ്രവാചകന്മാരുടെ സമുദായങ്ങൾ വ്യതിചലിച്ചപ്പോൾ ഉണ്ടായതുപോലെ ഒന്നിച്ച് വ്യതിചലിക്കില്ല. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖി. എന്റെ സമുദായത്തിൽ ഒരു വിഭാഗമെന്നും സത്യത്തിന്റെ മേൽ വിജയം വരിച്ചവരായി പ്രത്യക്ഷപ്പെട്ടവരായി നിലകൊള്ളുക തന്നെ ചെയ്യും. ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. അവരെ കൈയൊഴിഞ്ഞവർക്കോ അവരെ എതിർക്കുന്നവർക്കോ അവരെ ഒരു ഉപദ്രവവും വരുത്താൻ സാധ്യമല്ല. ഹത്താ യഅതി അംറുല്ലാഹി വഹും അലാ ദാലിക്. അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് വരെയും അഥവാ ഖിയാമം വരെയും അതായിരിക്കും അവസ്ഥ. അവരാണ് അൽ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെട്ട വിഭാഗമെന്നും അത്വായിഫത്തുൽ മൻസൂറ, പടച്ചവന്റെ സഹായം ലഭിക്കുന്ന വിഭാഗമെന്നും ഒക്കെ ആ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഉൾപ്പെടണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. 73 കക്ഷികളായി വിഭജിച്ച് യഹൂദികളെക്കാളേറെ വലിയ കക്ഷികളായി പോയി അവസാനം ഒരു വിഭാഗം മാത്രം സ്വർഗത്തിൽ പോകും. അത് ഞാനും എന്റെ സഹാബത്തും നിലക്കൊണ്ട ആ മാർഗത്തിൽ നിലകൊള്ളുന്ന വിഭാഗമാണ് എന്ന് പറഞ്ഞ ഹദീസും ഇതോടുകൂടി നാം ചേർത്ത് വായിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രതീക്ഷ ഇതാണ്. ജനങ്ങളെ യഥാർത്ഥ ദീനിലേക്ക് തിരിച്ചു വിളിക്കുന്ന എല്ലാ സലഫി പ്രബോധകന്മാരും സലഫി പ്രവർത്തകന്മാരും ഓർത്തു വെക്കുക, റബ്ബിന്റെ സഹായം മാത്രമാണ് നമുക്കുണ്ടാവുക. നമ്മൾ ഒരിക്കലും തന്നെ മനം മടുത്തു മാറി നിൽക്കേണ്ടതില്ല. ഞാൻ ഓതി വെച്ച സൂറത്ത് ഫാത്തിറിലെ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? വയ്യുകദ്ദിബൂക ഫഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അവർ നിന്നെ കളവാക്കുന്നുവെങ്കിൽ, ഈ മക്ക മുശ്രിക്കുകൾ നിന്നെ കളവാക്കുന്നുവെങ്കിൽ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല, അതൊരു പുതുമയുള്ള കാര്യമല്ല. ഫഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരും കളവാക്കിയിട്ടുണ്ട്, വ്യാജമാക്കിയിട്ടുണ്ട്. ജാഅത്തുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളുമായി പ്രബോധകൻ ദൂതന്മാർ അവരുടെ അടുക്കൽ വന്നു. വബിസ്സുബുർ, ഏടുകൾ കൊണ്ട്. വബിൽ കിതാബിൽ മുനീർ, വെളിച്ചം നൽകുന്ന വേദഗ്രന്ഥം കൊണ്ട്. വേദഗ്രന്ഥവും വ്യക്തമായ തെളിവുകളുമായി അല്ലാഹുവിങ്കിൽ നിന്നുള്ള വേദഗ്രന്ഥവുമായി ചെന്നിട്ട് പോലും ആളുകൾ അതൊന്നും പരിഗണിക്കാതെ പ്രവാചകന്മാരെ കളവാക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിന്റെ മുമ്പുള്ളവർ പരിഹസിക്കപ്പെട്ടതുപോലെ മുഹമ്മദ് നബിയെ താങ്കളും പരിഹസിക്കപ്പെടും. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകർ ക്ഷമിച്ചതുപോലെ താങ്കളും ക്ഷമിച്ചേക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സമാധാനിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു മാർഗത്തിലാകാനാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ടത് എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, സലഫി ആദർശത്തിനെതിരെയുള്ള പഴയ വിമർശനങ്ങൾ നിങ്ങൾ പലപ്പോഴും കേട്ട് കാണും. പുത്തൻവാദികളാണവർ, ദീനിനെ മാറ്റിമറിച്ചവരാണവർ, ദീനിനെ വെട്ടിച്ചുരുക്കുന്നവരാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് പ്രവാചകന്റെ മഹത്വം തള്ളിപ്പറഞ്ഞവരാണവർ. ദുആ ഇല്ലാത്തവരാണ്, അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലാത്തവരാണ്, പാരമ്പര്യം അംഗീകരിക്കാത്തവരാണ്, മദ്ഹബിന്റെ ഇമാമുകളെ കുറ്റം പറയുന്നവരാണ്, മഹാപണ്ഡിതന്മാരെ ഇകഴ്ത്തുന്നവരാണ്, ഖുർആനിന് തോന്നിയപ്പോൾ അർത്ഥം പറയുന്നവരാണ് എന്ന് തുടങ്ങി നിരവധി ആരോപണങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ ഈ ആദർശത്തിന്റെ എതിരാളികൾ പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടുണ്ട്. പാമര ജനങ്ങൾ ഒരിക്കലും തന്നെ ഈ പ്രസ്ഥാനവുമായി അടുക്കരുത് എന്നാണ് അവരുടെ ഉദ്ദേശം. അതിനുവേണ്ടി എന്തെല്ലാം ആരോപണങ്ങൾ ഏതെല്ലാം കാലഘട്ടങ്ങളിൽ അവർ പറഞ്ഞു. പഴകിപ്പുളിച്ച ഈ വിമർശനങ്ങളൊന്നും ഇപ്പോൾ അധികം ആരും ഉന്നയിക്കാറില്ല. കാരണം മുജാഹിദ് പ്രസ്ഥാനം ആളുകളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്യുമ്പോൾ ജനങ്ങൾക്കറിയാം ഈ പറയുന്നതൊക്കെ മിക്കവാറും പൊള്ളയായ ആരോപണങ്ങളാണ്. നബിയെ ബഹുമാനിക്കാത്തവരാണ്, സ്വലാത്ത് ചെല്ലാത്തവരാണ് എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ പേരുകൾക്കും അവർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നുണ്ടല്ലോ. അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇകഴ്ത്തുന്നില്ലല്ലോ. മദ്ഹബിന്റെ ഇമാമുകളെ, എല്ലാ മദ്ഹബിന്റെ ഇമാമുകളുടെയും കിതാബുകൾ വായിക്കണമെന്നാണല്ലോ അവർ പറയുന്നത്. എന്നിങ്ങനെ ഓരോന്നോരോന്ന് ആളുകൾ മനസ്സിലാക്കാണ്. അതുകൊണ്ടാണ് മുസ്ലിയാക്കന്മാർ പറയുന്നത് നിങ്ങൾ അവരെ പ്രസംഗം കേൾക്കാൻ പോകരുത്. കാരണം നമ്മളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കണം, അത് തിരുത്തപ്പെടരുത്. അതിനുവേണ്ടിയാണ് ജനങ്ങളെ അവർ അങ്ങനെ പറഞ്ഞു പറ്റിക്കാറുള്ളത്. ഈ ആരോപണങ്ങളൊന്നും വേണ്ടതുപോലെ ക്ലച്ച് പിടിക്കാതെ വന്നപ്പോ പുതിയ ആരോപണങ്ങൾ ഓരോ കാലഘട്ടത്തിലും എതിരാളികൾ കൊണ്ടുവരും. എന്തിനു വേണ്ടി? സ്വന്തം അണികളെ പിടിച്ചു നിർത്താൻ, സ്വന്തം ദൗർബല്യങ്ങൾ മറച്ചു വെക്കാൻ, സലഫി പ്രസ്ഥാനത്തെയും അതിന്റെ ആദർശത്തെയും ജനങ്ങൾ വെറുക്കാൻ. അതിനുവേണ്ടിയാണ് ഈ പ്രസ്ഥാനത്തിനെതിരിൽ, ഈ ആദർശത്തിനെതിരിൽ മുസ്ലിയാക്കന്മാരും അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ ബദ്ധവൈരികളായ മൗലവിമാരും ഇപ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ആരോഗ്യകരമായ വിമർശനങ്ങളെ എന്നും സ്വാഗതം ചെയ്ത പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. വിമർശനങ്ങൾ പറയുന്നവൻ ആരാകട്ടെ ഞങ്ങളത് കേൾക്കും, ഞങ്ങളത് പരിശോധിക്കും, അതിൽ വസ്തുതയുണ്ടോ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കും. തെറ്റുണ്ടെങ്കിൽ തിരുത്താനും മാറ്റം വരുത്തേണ്ടടുത്ത് മാറ്റം വരുത്താനും ഞങ്ങൾ ഒരു കാലത്തും മടിച്ചു നിന്നിട്ടില്ല. കാരണം ഇത് മഅസൂമിങ്ങൾ നയിക്കുന്ന പ്രസ്ഥാനമൊന്നുമല്ല, തെറ്റുപറ്റാൻ സാധ്യതയുള്ള മനുഷ്യന്മാര് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ തെറ്റു തിരുത്തിയാലേ പരലോകത്ത് രക്ഷയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതിനാൽ വിമർശനങ്ങളാണ് ഞങ്ങളെ നേർവഴിക്കു നടത്തുന്നതെന്ന് ഉറച്ച വിശ്വാസമുള്ളവരാണ് ഞങ്ങൾ. ആരോഗ്യകരമായ വിമർശനങ്ങളെ, വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള വിമർശനങ്ങളെ ഞങ്ങൾ ഇന്നും സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഈ മുഖവരിയോടുകൂടി നമ്മുടെ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സലഫി പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന പ്രബോധന വിഷയം എന്താണെന്ന് ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പരിചയമുള്ളവർക്കൊക്കെ അറിയാം. ശിർക്ക് ബിദ്അത്തുകൾക്കെതിരെയുള്ള പ്രബോധനം, പ്രത്യേകിച്ചും തൗഹീദിന് വിരുദ്ധമായ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ അത് സമുദായത്തിൽ നിന്നും പിഴുതുമാറ്റി അവിടെ യഥാർത്ഥ തൗഹീദിന്റെ ആദർശം പുനഃസ്ഥാപിക്കുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ദൗത്യം. ഒരുപാട് കാലമായി ഈ പ്രസ്ഥാനം അത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ശിർക്ക് ഗുരുതരമായ കുറ്റമാണ്. ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന വൻ പാപങ്ങളിൽ ഒന്നാമത്തെ പാപമാണ്. അതോടുകൂടി മരിച്ചാൽ അയാൾക്ക് സ്വർഗം നിഷിദ്ധമാണ്.
ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, മറ്റെല്ലാ പാപങ്ങളും അല്ലാഹു ഒരുപക്ഷേ തൗബ ചെയ്തില്ലെങ്കിലും പുറത്തെന്നു വരാം. എന്നാൽ തൗബ ചെയ്യാതെ ശിർക്കോട് കൂടി മരിച്ചാൽ അവന്റെ പാപം അല്ലാഹു പൊറുക്കുന്നതല്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അത് താഴെയുള്ളത് ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമ, അല്ലാഹുവിൽ ശിർക്ക് വെക്കുക എന്നത് ഗുരുതരമായ ഒരു പാപമാണ്. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു ഗുരുതരമായ പാപം പ്രവർത്തിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന് മുമ്പായി ശിർക്കിൽ നിന്ന് ഖേദിച്ചു മടങ്ങി തൗഹീദിൽ ജീവിച്ച് അവസാന ശ്വാസം തൗഹീദിൽ ലയിക്കാൻ മുസ്ലിം കേരളത്തോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. ശിർക്ക് വരുന്ന മുഴുവൻ വഴികളെ കുറിച്ചും ഈ ഉമ്മത്തിനെ നിരന്തരം ബോധവൽക്കരിച്ച പാരമ്പര്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിനുള്ളത്. പ്രാർത്ഥന, നേർച്ച വഴിപാടുകൾ, ഉറുക്ക്, ഏലസ്, ഇങ്ങനെ ഏതൊക്കെ വഴികളിലൂടെ ശിർക്ക് വളർന്നിട്ടുണ്ടോ, ആത്മീയ ചികിത്സയുടെ മറവിലുള്ള തട്ടിപ്പുകൾ, ഇതിലൂടെയൊക്കെ ഇസ്ലാമിക സമുദായത്തിൽ ശിർക്ക് വരാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ട് പ്രമാണങ്ങൾ വെളിച്ചത്തിൽ ഉമ്മത്തിനെ ബോധവൽക്കരിക്കാൻ ഈ പ്രസ്ഥാനം ശ്രമിച്ചിട്ടുണ്ട്. ആരുടെയെങ്കിലും കയ്യടി വാങ്ങാനല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനല്ല, എന്തെങ്കിലും ഭൗതികമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടിയല്ല. സമുദായത്തിന്റെ ആട്ടും തുപ്പും കേട്ട് സമുദായത്തിലെ ഭൂരിപക്ഷത്തിന്റെ എതിർപ്പുകൾ വകവെക്കാതെ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും അവരെ സഹായിച്ച ഉമറാക്കളും കഴിഞ്ഞ പതിറ്റാണ്ടുകളിലൂടെ ഈ കേരള മുസ്ലിമീങ്ങളിൽ വമ്പിച്ച മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത് അത് ശിർക്കാണ്. കാരണം ദുആ ഇബാദത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ അർത്ഥം ഇബാദത്തെ ഒരംശവും അല്ലാഹു അല്ലാത്ത ആർക്കും അർപ്പിക്കാൻ പാടില്ല എന്നതാണ്. എങ്കിൽ പിന്നെ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നതിന് എന്ത് ന്യായമുണ്ട്? ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്, അവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്, അവനാകുന്നു മുഴുവൻ ആധിപത്യവും. വല്ലദീന തദ്ഉന മിൻ ദൂനിഹി മാ യംലികുന മിൻ ഖിത്മീർ, നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നുവോ ഒരു ഈന്തപ്പന കുരുവിന്റെ പാട പോലും അവർ അധീനത്തിലില്ല. ഇനി ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും, നിങ്ങൾ അവരോടൊന്ന് ദുആ ചെയ്തു നോക്കൂ, നിങ്ങളുടെ ദുആ കേൾക്കുന്നതല്ല. വലൗ സമീഉ, കേൾക്കുമെന്ന് ഇനി വാദത്തിന് വേണ്ടി സങ്കല്പിച്ചാൽ തന്നെയും ജാബൂലക്കും, 1000 വട്ടം പ്രാർത്ഥിച്ചിട്ടും കാര്യമല്ല, ഒരൊറ്റ വട്ടം പോലും നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഈ ചെയ്ത ശിർക്കിനെ അവർ തന്നെ തള്ളിപ്പറയും. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മഹാന്മാരുണ്ടല്ലോ, അവരാരും ഈ ശിർക്കിനെ അനുകൂലിക്കുന്നവരല്ല. നാളെ പിറ്റേന്ന് മുഖാമുഖം മാറ്റി നിർത്തി ഒരു വശത്ത് ആരാധിക്കപ്പെട്ട മഹാന്മാരും ഒരു വശത്ത് ആരാധിച്ചവരെയും നിർത്തി അള്ളാഹുവിന്റെ കോടതിയിൽ മലിക്കുൽ ജബ്ബാറായ റബ്ബിന്റെ വിസ്താരം നടക്കുന്നിടത്ത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിരുന്നോ നിങ്ങളെ വിളിച്ച് തേടാനെന്ന് ചോദിച്ചാൽ ബദരീങ്ങൾ പറയും പറഞ്ഞിട്ടില്ല എന്ന്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും പറഞ്ഞിട്ടില്ലെന്ന്. ഈസാ നബി നിഷേധിക്കും, ഉസൈർ നബി നിഷേധിക്കും. ഇതാണ് നേരത്തെ അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്ന നടക്കാനിരിക്കുന്ന വലിയൊരു കാര്യം. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുവെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല. ഈ ഒരു ആദർശമാണ് മുസ്ലിം ഉമ്മത്തിൽ വൻപിച്ച മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. മാലയും മൗലൂദും പാടിപ്പറഞ്ഞ് കുത്തുബിയത്തുകളും അതുപോലെ തന്നെ ഏടുകളും വകകളും പറഞ്ഞ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ തെറ്റല്ലെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമുദായത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ തൗഹീദിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് ഈ പ്രസ്ഥാനത്തിന്റെ എതിരാളികൾ പോലും സമ്മതിക്കും. ഈ പ്രസ്ഥാനത്തിൽ 2002 പിളർപ്പുണ്ടായപ്പോൾ ചില ആളുകൾ പറഞ്ഞു, നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങളുടെ ശക്തി ക്ഷയിച്ചാൽ ഈ ഉമ്മത്തിൽ ബിംബാരാധന വരുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അവർ ഈ പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് ഉള്ളവരോ ഈ പ്രസ്ഥാനത്തിന്റെ ഭാരവാഹിത്വം ഉള്ളവരോ അല്ല, പക്ഷേ ഈ സമുദായത്തെ നേർവഴിക്ക് നടത്താൻ ഈ പ്രസ്ഥാനം ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നവരാണവർ. സൂറത്തുൽ അഹ്ഖാഫിലെ വചനം നമ്മളൊക്കെ എപ്പോഴും ഓർക്കേണ്ടതും നമ്മുടെ സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്തേണ്ടതുമാണ്. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും ഉത്തരം ചെയ്യാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ വഴിപിഴച്ചവർ മറ്റാരുണ്ട്? വഹും മൻ ദുആഹിം ഗാഫിലൂൻ, പ്രാർത്ഥിക്കപ്പെടുന്ന മഹാന്മാർ ഈ ചെയ്യുന്ന പ്രാർത്ഥനയെ സംബന്ധിച്ച് അശ്രദ്ധരാണ്. അവർ ബർസഖി ലോകത്താണ്, അവർ മരിച്ചുപോയി, അവർ ഖബറിൽ നാം മറവ് ചെയ്തു. ഇനി ഖിയാമം വരെയും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെയും നമുക്ക് അവരുമായി ബന്ധപ്പെടാൻ ഒരു വകുപ്പുമില്ല, അവർക്ക് ഇങ്ങോട്ടും ബന്ധപ്പെടാൻ കഴിയില്ല. ഒരു കനത്ത മറ നമുക്കിടയിലുണ്ട്, അതാണ് ബർസഖ്. എന്നാൽ ഈ ഖൗമിന്റെ വിശ്വാസം എന്താ? ബർസഖി ലോകത്തിരുന്ന് മഹാന്മാര് ഈ ലോകത്തെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്റെ സംഗതികൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, മൗലിദ് സദസ്സുകളിൽ ഹാജരാകുന്നു, ഉമ്മത്ത് ചെയ്യുന്ന നന്മയും തിന്മയും അവിടെ ഇരുന്ന് ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന് മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാരെ വിശ്വസിക്കാണ്. അങ്ങനെ വിശ്വസിപ്പിക്കാണ്. നിങ്ങൾ വിളിച്ചു തേടുന്ന ഈ മഹാന്മാർ നാളെ മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പരലോകത്ത്
നിങ്ങൾക്ക് ശത്രുക്കളായി മാറും. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, ഇവർ ചെയ്ത ഇബാദത്തിനെ അവർ തള്ളിപ്പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് മക്ക മുശ്രിക്കുകൾക്ക് മാത്രമുള്ള ആയത്താണോ? 1400 കൊല്ലം മുമ്പുള്ളവർക്ക് മാത്രം ബാധകമായ ആയത്താണോ? ഒരിക്കലുമല്ല. പ്രവാചകന്മാർ ആരാധിച്ചിരുന്ന ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉണ്ട് അവിടെ. മരിച്ച രാത്രി ആരാധിച്ചിരുന്ന മക്ക മുശ്രിക്കുകളുണ്ട് അവിടെ. ഇബ്രാഹിം നബിയെ പൂജിച്ചിരുന്ന മക്കക്കാരുണ്ടവര്. എല്ലാവരോടും പറയാണ്, എത്ര മഹാനാകട്ടെ, നിങ്ങളെ ദുരിതം നീക്കി തരാൻ അവർക്ക് കഴിയില്ല. നിങ്ങളെ ദുരിതം നീക്കി തരാനെന്നല്ല, തൽക്കാലം അത് മറ്റൊരാളിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് തരാൻ പോലും അവർ കഴിവുള്ളവരല്ല. മാത്രല്ല, അവർ അല്ലാഹുവോട് ഏറ്റവും അടുത്തവർ പോലും പടച്ചവനിലേക്ക് സാമീപ്യം നേടിക്കൊണ്ടിരിക്കുന്നവരാണ്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് തന്റെ റബ്ബിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന മഹാന്മാരാകുന്നു അവർ. കണ്ടോ? വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബ, അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരും അവന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരുമാണവർ. ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറാ, നിന്റെ റബ്ബിന്റെ ശിക്ഷ ഭയപ്പെടേണ്ടതു തന്നെ. കണ്ടോ? ഏത് മഹാനാകട്ടെ, അവർക്ക് നിങ്ങളെ ദുരിതം നീക്കി തരാൻ കഴിയില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് വെറുതെ ഈ ശിർക്കിലകപ്പെട്ട് നിങ്ങളെ അമലുകൾ നഷ്ടപ്പെടുത്തി നരകം വാങ്ങേണ്ടതില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഉമ്മത്തിനെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി എന്താണെന്നറിയോ? മുസ്ലിമീകളെ മുശ്രിക്കാക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ച ഈ ഉമ്മത്തിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളിൽ നിങ്ങൾ ശിർക്ക് ആരോപിക്കുകയാണ് എന്നാണ് ഞങ്ങളെ കുറിച്ച് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത് ആരോപണമായിരുന്നോ? ബദരീങ്ങളെ രക്ഷിക്കണേ, മമ്പോർത്ത് തങ്ങളെ കാക്കണേ, മനബത്ത് ബീവിയെ എനിക്കൊരു കുട്ടിയെ തരണേ എന്നിങ്ങനെ മരിച്ച മഹാന്മാരെ വിളിച്ചു തേടുന്ന, അത് ജീവിതത്തിൽ ശീലമാക്കിയ ഈ ഖൗമിന്റെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് ഞങ്ങൾ അത് പറഞ്ഞിട്ടുള്ളത്. അത് ആരോപണമല്ല, വസ്തുതയെന്ന് ആണെന്ന് ഇന്നും എന്നും ഞങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കും. ആരോപണം ഉന്നയിക്കുമ്പോൾ തെളിവില്ലാതെ ആരോപണം ഉന്നയിക്കുന്നത് ഗുരുതരമായ കുറ്റമാണെന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങള്. വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ബിഗൈരി മക്തസബു, ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ സത്യവിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ദ്രോഹിക്കുന്നവർ, ഉപദ്രവിക്കുന്നവർ ആരാകട്ടെ, ഫഖദ് ഹതമലു ബുഹ്താനം വ ഇസ്മം മുബീന, വ്യക്തമായ പാപവും കള്ളാരോപണവും അവർ പേറിയിരിക്കുന്നുവെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇതറിയുന്ന ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കും സുഹൃത്തുക്കളെ? നിങ്ങൾ നോക്കൂ, ഒരു മുസ്ലിയാർ വയന്ന് പറയുകയാണെങ്കിൽ തുടക്കം തന്നെ എന്താ? തുടക്കം തന്നെ യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി ഇലാ അഹദി. പ്രാർത്ഥിച്ചിട്ടാ തുടങ്ങുന്നത്. യാ സയ്യിദി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, യജമാനരായവരെ, കണ്ടോ, നിങ്ങൾ എന്റെ കൈ പിടിക്കണം, എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല, മറ്റാരിലേക്കും ഞാൻ തിരിയുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ടാണ് പറയുന്നത്. സ്വലാത്ത് നഗറുകൾ എന്ന് പറഞ്ഞിട്ട് ആളുകളെ കൊണ്ടുപോകുന്നു പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 പുണ്യമേറിയ ദിനങ്ങളിൽ. എന്നിട്ട് അവിടെ നടക്കുന്നത് എന്താ? സ്വലാത്തല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് ദുആ ചെയ്യാണ്. തങ്ങളെ, മദീനത്ത് കിടക്കുന്ന തങ്ങളെ, എത്ര നേരമായി വന്നിരിക്കുന്ന തങ്ങളെ, മക്കളില്ലാതെ വിഷമിച്ചവരാണ്, സഹായിക്കണം തങ്ങളെ, നിങ്ങൾ കാണുന്നില്ല തങ്ങളെ. ആരായി തങ്ങള്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയെ നേരിട്ട് വിളിച്ച് പണ്ഡിതന്മാരെ നേതൃത്വത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ഖൗം ആമീൻ പറയുകയും ചെയ്യുന്നു. യാ ഹബീബല്ലാഹ്, യാ ശഫീഅല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ് എന്നുകൊണ്ട് കരയാണ്. നമസ്കരിക്കുമ്പോൾ കിട്ടാത്ത ഭക്തി, ഹജ്ജിന് പോകുമ്പോൾ കിട്ടാത്ത ഭക്തി, ജാറത്തിനടുത്ത് പോകുമ്പോൾ, സലാത്ത് നഗറുകളിൽ ശിർക്കിന്റെ വാചകങ്ങൾ ഉരുടുമ്പോൾ കണ്ണുകൾ നനയുന്നു, കണ്ടമിടറുന്നു, കൈകാലുകൾ വിറക്കുന്നു, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും അവിടെ ഉണ്ടാകുന്നു. അതല്ലേ സഹോദര ഇബാദത്ത്? ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രം അർപ്പിക്കണമെന്ന് പഠിപ്പിച്ച ഈ സമുദായത്തിൽ നിങ്ങൾ കൊണ്ടുവന്നതല്ലേ ഈ ശിർക്ക്? ഇതല്ലേ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്? ക്ലിപ്പിട്ട് കാണിച്ചപ്പോ മൂക്കത്ത് വിരൽ വെച്ചവർ ഈ നാട്ടിലില്ലേ? തങ്ങളെ തങ്ങളെ എന്ന് വെച്ച് റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോ ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ മഹാന്മാരെ ഹക്കും ജാഹും ബർക്കത്ത് കൊണ്ട് തേടുന്നല്ലാതെ ഞങ്ങൾ അങ്ങനെ നബിയെ വിളിച്ചു തേടലൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നവർക്ക് ജീവിച്ചിരിക്കുന്ന തെളിവായി ക്ലിപ്പുകൾ ഞങ്ങൾ കാണിച്ചു കൊടുത്തു അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇത് വസ്തുതയാണ്. ഇപ്പൊ നേരത്തെ അവിടെ സൂചിപ്പിച്ചല്ലോ, ഈ അടുത്ത് നടന്ന സംവാദത്തിൽ EK വിഭാഗത്തിന്റെ ഒരു ഡാരിമി നമ്മൾ ചോദിച്ചു. അപ്പൊ വാദം തന്നെ എന്താ? ഖാലിഖാണ്, നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മഹാൻ ഈ ലോകത്തിന്റെ സൃഷ്ടാവാണ് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. അങ്ങനെ വിശ്വസിക്കാതിരുന്നാൽ ചോദിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ്.
അപ്പൊ ചോദിച്ചു, അള്ളഹാനോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിൽ നയിക്കണേ എന്ന്. എന്നാൽ ഒരാൾ പറയാണ്, യാ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അബ്ദുൽ ഖാദിർ ജീലാനി അവരുകളെ തങ്ങളെ നിങ്ങൾ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിൽ നയിക്കണേ. അങ്ങനെ പറയാൻ പറ്റുമോ പറ്റൂലേ? ഒരു കൂസലുമില്ലാതെ മുസ്ലിയാർ മറുപടി പറയാണ്. ആ രംഗം നിങ്ങളൊന്ന് കേട്ടോളൂ. ആദ്യമായി ഞാൻ നിങ്ങളെ കാണിക്കുന്ന ക്ലിപ്പ് അതാണ്. മംഗലാപുരം സംവാദത്തിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടന്ന സംവാദമാണ്. പിന്നെ മൂപ്പരിപ്പ് ഒരു ചോദ്യം ആലോചിച്ചുണ്ടാക്കിയതാ. എന്താണ്? ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹിയുദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹിയുദ്ദീൻ ശൈഖ് ഖാരിഖല്ല, ഒരു മുഹിയുദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി. അത് ശിർക്കല്ല, ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അതിൽ യാതൊരു സംശയവുമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ്? ഖാലിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല. ലോകത്തിന്റെ സൃഷ്ടാവാണെന്ന് അബൂജഹൽ വിശ്വസിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ തന്നെ പറഞ്ഞു, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ഖലയഖൂലുന്ന ഖലഖഹുന്നൽ അസീസുൽ അലീം. സൂറത്ത് സുഖ്റുഫിലെ 9-ാമത്തെ ആയത്ത്. നബിയെ, താങ്കൾ അവരോട് ചോദിച്ചാൽ ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അവര് പറയും അജയ്യനും എല്ലാം അറിയുന്നവനുമായ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. അപ്പൊ അള്ളയാണ് ഖാലിഖ് എന്ന് ആരെ വിശ്വാസം? അബൂജഹലിന്റെ വിശ്വാസം. ഇനിയും അതേ സൂറത്തിൽ തന്നെ, സൂറത്ത് സുഖ്റുഫിൽ തന്നെ അവസാന ഭാഗത്ത് 87-ാമത്തെ ആയത്തിൽ വലയിൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്ന അല്ലാഹ്, അവരെ സൃഷ്ടിച്ച ഖാലിഖ് ആരാണ് എന്ന് നീ അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ്. അപ്പൊ ഞങ്ങളെ സൃഷ്ടിച്ചത്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, എല്ലാത്തിന്റെയും സൃഷ്ടാവ് ഖാലിഖ് അള്ളാഹുവാണ് എന്നാണ് അബൂജഹൽ വിശ്വസിക്കുന്നത്. അതാണ് ഇത്ര മാനദണ്ഡം. ഖാലിഖ് അല്ല എന്ന് വിശ്വസിച്ചാൽ മതി. അപ്പൊ മുഹിയുദ്ദീൻ ശൈഖ് ഖാലിഖ് അല്ല, ഖാലിഖ് അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ചാ ശിർക്കാവൂല. അപ്പൊ അബൂജഹൽ ചെയ്തത് ശിർക്കല്ല. നോക്കി നിങ്ങൾ, AP ഗ്രൂപ്പുകാർ പോലും പറയാൻ ധൈര്യം കാണിക്കാത്തതാണ്. കാരണം ഏതാണ് ഇപ്പൊ ഏറ്റവും മുന്തിയ സുന്നി എന്ന് മത്സരിക്കുകയാണല്ലോ. അപ്പൊ കൂടുതൽ കനപ്പെട്ട ശിർക്ക് പറഞ്ഞാലേ ആളെ കിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ ഈക്കക്കാരെ വിചാരം. ശിർക്കിൽ നമ്മൾ മയപ്പെടുത്തിയോ എന്നൊരു തോന്നൽ അവർക്ക്. അതുകൊണ്ടാണ് AP ആള് പോണത്. അപ്പൊ നമ്മളൊന്ന് കനത്തിൽ പറയാന്ന് തീരുമാനിച്ചിട്ട് വളരെ കൂസലില്ലാതെ ലജ്ജയില്ലാതെ വിളിച്ചു പറയാണ്. കണ്ടോ, ഖാലിഖാൽ വിശ്വസിച്ചാലേ പ്രശ്നമുള്ളൂ. ഖാലിഖ് അല്ലാഹുവാണെന്ന് അബൂജഹൽ വിശ്വസിച്ചത്. ലോകത്തുടനീളമുള്ള മുശ്രിക്കുകൾ വിശ്വസിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് ഖുർആൻ ചോദിച്ച ഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദി, ആകാശഭൂമികളായ സൃഷ്ടാവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക്, സൃഷ്ടാവായ അല്ലാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടോ? ഫഅന്നാ യൂഫകൂൻ, ഇതൊക്കെ അംഗീകരിച്ചിട്ട് അവരെങ്ങനെയാണ് തെറ്റിക്കപ്പെട്ടു പോകുന്നത് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അപ്പൊ അബൂജഹലിനെ കൂടി മാർക്കം കൂട്ടുന്ന വ്യാഖ്യാനത്തിലേക്ക് മുസ്ലിംമാർ പോയിട്ടുള്ളത്. ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങള് ഹൊസങ്കടിയിൽ വെച്ച് ചോദിച്ചു, അള്ളാഹിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും മഹാന്മാരോട് ചോദിക്കാൻ പറ്റുമോ? പറ്റുമെന്ന് പറഞ്ഞാലും കുടുങ്ങും, പറ്റൂല അറിഞ്ഞാലും കുടുങ്ങും. എന്താ? അള്ളാഹിനോട് ചോദിക്കണ എല്ലാ കാര്യവും മഹാന്മാരോട് ചോദിക്കാന്ന് പറഞ്ഞാൽ അള്ളി മഹാന്മാരും തമ്മിൽ വ്യത്യാസമില്ല എന്ന് തോന്നില്ലേ? അത് പറയാൻ വയ്യ. പറ്റൂല എന്ന് പറഞ്ഞാലോ അപ്പൊ 2 തരം ചോദ്യം ഉണ്ടല്ലേ? അള്ളാഹിനോട് ചോദിക്കാൻ പറ്റുന്നതും പറ്റാത്തതും ഉണ്ട്, മഹാന്മാരോട് ചോദിക്കാൻ പറ്റുന്നതും പറ്റാത്തതും ഉണ്ട്. അതന്നെ ഞങ്ങളെ പ്രശ്നവും. അപ്പൊ ഇത് രണ്ടും പറയാൻ വയ്യ. അതുകൊണ്ട് അവിടെ എന്താ പേരോട് കാട്ടിയെന്നറിയോ? പേരോട് പറഞ്ഞ് അങ്ങനെ ആരാ 2 തരം ചോദ്യം ഉണ്ട് എന്ന് പറഞ്ഞ് അതിന്റെ ലിസ്റ്റിങ് പറയും. അത് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ വേർതിരിവ് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ടിസ്റ്റാടിയിട്ട് രക്ഷപ്പെടുക ചെയ്യുന്നത്. കാരണം അവർക്ക് പറയാൻ കഴിയില്ല. അതേസമയം മുഹിയുദ്ദീൻ കുഴിപ്പുറം അവരെന്താ പറഞ്ഞതെന്നറിയോ? തൊണ്ടോട്ടി വെച്ചിട്ട് അള്ളാഹിനോട് ചോദിക്കണ എല്ലാ കാര്യം മഹാന്മാരോട് ചോദിക്കാൻ പറ്റുമോ? പറ്റൂല, എഴുതി വെച്ചോളീ. ഞങ്ങളതിമ തന്നെ പിടിച്ചു, സംവാദം അവസാനം വരെ കൊണ്ടുപോയി. അപ്പൊ സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം അള്ളാഹിന്റെ പടപ്പുകളോട് ചോദിച്ചാൽ അത് ശിർക്കാണെന്ന കാര്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാരിൽ ആർക്കും തർക്കമില്ല. ശിർക്കാകണമെങ്കിൽ ഖാലിഖാണെന്ന് വിശ്വസിക്കണമെന്ന നിബന്ധന എവിടുന്ന് കിട്ടി ഈ ദാരിമിക്ക്? തെളിയിക്കാൻ അവർക്ക് സാധ്യമായില്ല. എന്നിട്ട് ജൂതന്മാരെ പേരിലുള്ള ഒരു ഇബാറത്തെടുത്ത് വായിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അത് നമ്മൾ പിടികൂടുകയും ചെയ്തു. അത് ആ കാസറ്റ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ സുഹൃത്തുക്കളെ, ശിർക്കാരോപണമല്ല, വസ്തുതയാണെന്ന് ഈ ക്ലിപ്പും നമുക്കിപ്പോ തെളിവാണ്. അള്ളാഹു വല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെ നയിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിയാക്കന്മാരും അവരെ പിണിയാളുകളും എന്ന് ഈ ക്ലിപ്പും നമുക്ക് തെളിവാണ്. അപ്പൊ മുസ്ലിം ഉമ്മത്തിൽ ശിർക്കുണ്ടെന്ന വസ്തുതയാണ് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയത്. മുസ്ലിം ഉമ്മത്തിൽ ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെന്നും പണ്ഡിതന്മാർ അവരെ ശിർക്കിലേക്ക് നയിക്കുന്നുവെന്നും തെളിവ് നിരത്തിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അവസാനത്തെ തെളിവാണ് ഇപ്പൊ നിങ്ങളെ കാണിച്ചിട്ടുള്ളത്.
ഞാനിത് പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു പുതിയ ആരോപണമുണ്ട്. ജിന്നുകളോടും മലക്കുകളോടും വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് ഇപ്പൊ നിങ്ങൾ എന്നെ പറയാൻ തുടങ്ങിയില്ലേ? ഞങ്ങളെ മേലെ ശിർക്ക് ആരോപിച്ച് അവസാനം ശിർക്കാരോപണം നിങ്ങൾക്ക് തിരിച്ചടിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളെ പോലെ മറ്റൊരു നുണയന്മാര് വന്നു. വേറെന്താ? നിങ്ങൾ ഒരുപാട് നുണ ഞങ്ങളെ പേരിൽ ആരോപിച്ചില്ലേ? ദീന് പൊളിക്കാമെന്നവരാണ്, നബിയെ സാധാരണ മനുഷ്യനാക്കിയവരാണ്, ദുആ ഇല്ലാത്തവരാണ്, ദിക്റില്ലാത്തവരാണ്, സലാത്തില്ലാത്തവരാണ്. ഇതൊക്കെ നുണയല്ലേ? അതുപോലെ ഒരു നുണ വരും പറഞ്ഞ്, അതല്ലാതെ വേറെന്താ? അപ്പൊ ഞങ്ങൾ വെല്ലുവിളിച്ചു. ഈ ആരോപണം കൊണ്ടുവന്ന മടവൂർ വിഭാഗം 2002 ഉമർ സുല്ലമിയുടെ നേതൃത്വത്തിലുള്ള മടവൂർ മുജാഹിദുകളെ ഇടയിൽ ഒറ്റപ്പെട്ടപ്പോ പിടിച്ചു നിൽക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു മുറിവൈദ്യമായിരുന്നു. CP അടക്കമുള്ളവർ പറഞ്ഞു, ജിന്നിനി മലക്കിനും പിടിച്ചു താടാൻ തുടങ്ങിയിട്ടുണ്ട്. ചോട്ടകൾ മാത്രമില്ല, CP പോലുള്ള മൂപ്പന്മാര് പറഞ്ഞു ഞങ്ങൾ ജിന്നിനെ വിളിച്ച് താടാൻ തുടങ്ങി. കഴിഞ്ഞ 10 കൊല്ലം ഞങ്ങൾ അതിന് മറുപടി കൊടുത്തു. 9 കൊല്ലം ഒരുമിച്ച് നിന്ന് മറുപടി കൊടുത്ത ചില ആളുകൾ ഇപ്പൊ മലക്കം മറിഞ്ഞു. എന്ത്? മടവൂരികളൊപ്പം കൂടിയിട്ട് അന്ന് പറഞ്ഞ മടവൂരികൾക്കെതിരിൽ പ്രസംഗിച്ച ആളുകൾ. ഇപ്പൊ അറിയാം, അഹമ്മദ് അനസ് മൗലവി ഇവിടെ ഈ രണ്ടത്താണി വന്നിട്ട് 2 or 3 തവണ പ്രസംഗിച്ചതാ. അദ്ദേഹം മടവൂരിസം ഒരു പൊളിച്ചെഴുത്തി എന്ന 12 മണിക്കൂർ CD-യിൽ 2 or 3 മണിക്കൂറായിട്ട് ഇവിടെ പ്രസംഗിച്ചതാ. രണ്ടത്താണി പ്രോഗ്രാമിലുള്ളതാ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അനസ് മുസ്ലിയാരെ താങ്ങി നടക്കുന്ന ഇവിടുത്തെ കോക്കസുകാരോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കൊണ്ടുവന്നിട്ട് ആ പഴയ ആദർശം ഇവിടെ പറയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കോ? അദ്ദേഹം മലക്കം മറിഞ്ഞു, അപ്പൊ നിങ്ങൾക്കും മലക്കം മറിയേണ്ടി വന്നു. എന്നോടൊരാൾ പറഞ്ഞു, രണ്ടത്താണിയിൽ മുമ്പൊരിക്കൽ മാസപ്പിറവി പ്രഖ്യാപിച്ചപ്പോ ഇന്നടത്ത് മാസം കണ്ടു, നാളെ പെരുന്നാളാണെന്ന് പറഞ്ഞതിന് ഇവിടെ കുഴപ്പമുണ്ടായി. ഹിലാൽ കമ്മിറ്റി പ്രഖ്യാപിച്ചു എന്ന് പറയണം. കുറി ഹിലാലും ഇല്ല, കമ്മിറ്റി ഇല്ല, കണ്ട സ്ഥലമല്ല. നാളെ പെരുന്നാളാണ്, ഇത്ര മണിക്ക് എന്താണ് പെരുന്നാൾ നിസ്കാരം. ഈ പറഞ്ഞ കോക്കസുകാരൊക്കെ അവിടെ കുത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിണുങ്ങേണ്ടി വന്നില്ലേ പലതും? അങ്ങനെ നിങ്ങൾക്ക് ഇനിയും പലതും മിണുങ്ങേണ്ടി വരും. നിങ്ങൾ തമ്മിലുള്ള സംബന്ധം അത് എവിടെ എത്തിയത് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ മാനക്കേടാകുന്ന അവസ്ഥയിലേക്കാണ്. സംബന്ധമൊക്കെ കഴിഞ്ഞപ്പോ കൂട്ടിക്കൊണ്ടോണ്ടത് മർക്കസിന്റേക്കാണോ അല്ല CD ടവർക്കാണോ എന്നാണ് സംശയം. പക്ഷെ സംബന്ധം നടന്ന് കൂട്ടിക്കൊണ്ടറിൽ നടക്കണതിന് പിന്നെ വേലിചാട്ടം നടക്കണുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ സംഗമിക്ക പലയിടത്തും. ആ മതിലിയാറിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ്. ഏതായാലും ഇരിക്കട്ടെ, ഞങ്ങൾ പറയുന്നു ഈ ആരോപണം, ഞങ്ങൾക്കെതിലുള്ള ഈ ശിർക്കാരോപണം ഇത് കൊണ്ടുവന്നത് അലിമദനിയും കൂട്ടരുമാണ്. യാതൊരു സംശയമല്ല. ജിന്നുകളെ വിളിക്കാം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് 2002 പുറത്തുപോയ അന്നേ പറഞ്ഞു. ജിന്ന് സേവയിലേക്കും പിശാച് പൂജയിലേക്കും ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അതാണ് ഞങ്ങൾ പുറത്തു പോരാണ്ടായ കാരണം എന്നാണ് അന്ന് പത്രവാർത്തി പറഞ്ഞത്. 2007 ഇസ്ലാഹ് മാസികയിൽ ഒരു ലേഖനം വന്നപ്പോ അത് എടുത്ത് പിടിച്ചിട്ട് അലിമദനിയും കൂട്ടരും അബ്ദുസ്സലാം സുല്ലമിയുടെ നേതൃത്വത്തിൽ ഈ ശിർക്കാരോപണം ശക്തിപ്പെടുത്തി. അലി മുസ്ലിയാർ അന്ന് പറഞ്ഞത് കേട്ടോളി, മടവൂരികൾ മറക്കാക്കാൻ വേണ്ടിയാണ്. അതൊക്കെ നിങ്ങൾ ഓർമ്മ വേണമല്ലോ, അതുകൊണ്ടൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുജാഹിദുകൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കണ്ടെത്തിയ മുറിവൈദ്യം കേട്ടോളൂ. എന്നിട്ട് ചോദ്യം, ആരാ പോയത്തക്കാരെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് ആരാ പറഞ്ഞത്? ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയതെന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ ശബ്ദം കേൾക്കുന്ന മടവൂർ മുജാഹിദുകളിൽ CP ഉമർ സുല്ലമി അടക്കമുള്ളവരുടെ ചോട്ടവരെ ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്ക് ഇസ്ലാഹ് ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ? ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം എന്ന് പറഞ്ഞ ഇസ്ലാഹ് മിമ്പർമൊക്കെ ഒരു ഖുത്ബ പറഞ്ഞത് പച്ച കളവാണ് പറയും. ഒരു പേടില്ല. ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, കളവ് പറയുന്നവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ ഈ പണി ഞങ്ങൾ നിർത്തും. അപ്പൊ ഇത് ഭൂമി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച പച്ച മലയാളത്തിലെ ബുക്ക് എടുത്തിട്ടാ ഈ പച്ച നുണ പറയുന്നത്. ഈ ശിർക്കാരോപണമാണ് ഇപ്പൊ ഇവർ ഏറ്റെടുത്തിട്ടുള്ളത്. അലിമദനിയും കൂട്ടരും 2002 തുടങ്ങി 2007 ശക്തിപ്പെടുത്തിയ അത് 9 കൊല്ലത്തോളം നമ്മൾ എതിർത്തു. എന്നിട്ട് ഇപ്പൊ കേൾക്കണോ, നമ്മളെ TP അബ്ദുള്ള കോയ മദനിയോട് സത്യധാരക്കാരൻ ചോദിക്കുന്നുണ്ട്. സത്യധാരക്കാരൻ ചോദിച്ചു, അല്ല ഇത് ശിർക്കാണ് എന്ന് മടവൂർ വിഭാഗം പറഞ്ഞപ്പോ നിങ്ങൾ അതിനെ എതിർക്കുകയാണല്ലോ ചെയ്തത്. കേട്ടോളൂ, സത്യധാരയിലെ TPയുടെ അഭിമുഖം. നല്ല കളർഫുൾ ഫോട്ടോ 4 കൊടുത്തിട്ടാണ്. കിട്ടേണ്ടത് കിട്ടിയാ പിന്നെ ഒന്ന് പൊക്കാഞ്ഞ പറ്റുമോ? കേട്ടോളൂ, ഈ വാദം ശിർക്കാണെന്ന് അന്ന് തന്നെ മടവൂർ വിഭാഗം ആരോപിച്ചിരുന്നു. അപ്പോഴൊക്കെ അത് ശിർക്കല്ലെന്നും അള്ളാഹു നൽകിയ കഴിവിൽ നിന്നും ചോദിക്കുന്ന കേവല സഹായാർത്ഥന മാത്രമാണെന്നും പറഞ്ഞ് ഔദ്യോഗിക KNM അതിനെ ന്യായീകരിക്കുകയും ലേഖനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ആ നിലക്ക് വിശദീകരിക്കുകയുമായിരുന്നു. ഇങ്ങനെ 5 വർഷം